പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ പാലക്കാടൊന്ന് പോയിട്ട് വരാം, ഫസീലയും വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാമെന്നിട്ട് ഞങ്ങൾ ശനിയാഴ്ച രാവിലെ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് എൻ്റെ കാലിലെന്തോ ചെരുപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടൊന്ന് കുത്തി റോട്ടിൽ നിന്ന്. അപ്പോൾ എന്താ ഏതാന്നൊക്കെ ബേജാറായിട്ട് കുറേ നേരം നോക്കുമ്പോൾ അത് കടന്നെല്ലാണ്, കടന്നെല്ല്. അങ്ങനെ അതൊക്കെ കുത്തിയ ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിന് കയറി ജസു അവിടെ കയറിയിരുന്നു, ഞാൻ ഇവിടെ കയറി കടന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു 5 സ്റ്റാർ ഉണ്ടായിരുന്നു, അത് എനിക്ക് മാത്രമായിരുന്നു. അവനുള്ളതൊക്കെ അവൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണിച്ചിങ്ങനെ കുറേ നേരം കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ കരഞ്ഞ് ഉറങ്ങി എണീച്ചു. അങ്ങനെ ഓന് ഉറങ്ങി എണീക്കുമ്പോഴത്തേനും ഷൊർണൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് നല്ല വെയിൽ കിട്ടോ, പൊരിഞ്ഞ വെയിൽ, മഴക്കാലം അത്ര എന്ത് അല്ലേ. അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തിയപ്പോൾ സമയം 11:45, 11:52 അങ്ങനെ പറയാം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശന്നു. അപ്പോൾ റാഷി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ട്രെയിൻ വന്നാലോ പറഞ്ഞിട്ട് ഞാൻ ഇതും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ജസൂൻ്റെ റാഷിൻ്റെ ഓല് വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിങ്കോ അതൊക്കെ വന്നപ്പോൾ ജസൂക്ക് റെഡ് കളറും എനിക്ക് യെല്ലോ കളറും മേടിച്ചു. പിന്നെ യെല്ലോ കളർ കഴിച്ചു നോക്കിയപ്പോൾ പെരും ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ മേടിച്ചിട്ട് ട്രെയിനിൽ വെച്ചു. ട്രെയിനിൽ പോകുമ്പോൾ കഴിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചു വെച്ചു, മാറ്റി പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ നിന്ന് ജസു എടുത്ത് കഴിച്ചുകൊണ്ടേയിരുന്നു. ജസുവിൻ്റെ മാത്രം പൊട്ടിക്കാണ്ടായപ്പോൾ ഞാൻ പിന്നെ കൈയൊക്കെ പിടിച്ച് വലിച്ചാണ് കളിച്ചിട്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ വന്നപ്പോൾ പിന്നെ അതിൽ കയറി ഇരുന്നപ്പോൾ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒഴിവ് പോലെ ഫ്രീ ആയിട്ട് പോയിട്ട് വന്നു. അങ്ങനെ ജസുവിൻ്റെ കുറേ ഞാൻ ബിങ്കോ താടാ പൊട്ടിക്കടാ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഓൻ തന്നേ ഇല്ല. അവസാനം ശരി പോട്ടെ പറഞ്ഞാൽ അങ്ങനെ വിട്ടു. ജസുവിന് പിന്നെ ഒറ്റയ്ക്ക് മേലെ കയറാനും ഇറങ്ങാനും അവൻ്റെ ഉപ്പച്ചി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കയറാനും ഇറങ്ങാനും അവസാനം അവന് ഒറ്റയ്ക്ക് ചെയ്തു പഠിച്ചു. അങ്ങനെ പഠിച്ച സന്തോഷത്തിലൊരേ ക്ലാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും പാലക്കാട് എത്തി. കളിച്ച് ചിരിച്ച് വരുമ്പോഴത്തേനും പാലക്കാട് എത്തിയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാലക്കാട്ടിൽ നിന്ന് വാപ്പാനെ വിളിച്ചിട്ട് ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോൾ വാപ്പ പറഞ്ഞു ഞാൻ അവിടെ തന്നെ ട്രിപ്പിന് വന്നിക്കണ്, പോരി ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് പിസ്തൻ്റെ ഒരു ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, മിൽക്ക് ഷേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ പെരും ക്ഷീണമായതുകൊണ്ട് ഒന്നും കൂടെ ടേസ്റ്റ് കൂടി. അങ്ങനെ വാപ്പ വെയിറ്റ് ചെയ്ത് നിൽക്കണ കണ്ടിട്ട് നേരെ വാപ്പാൻ്റെ അടുത്തേക്ക് പോയി വണ്ടിയിലൊക്കെ കയറിയിരുന്ന് അങ്ങനെ വീട് എത്തിയത് ഇച്ചാപ്പോൾ കുറേ നേരമായി തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ കുട്ടീനെയൊക്കെ ഒന്ന് കൊഞ്ചി പിന്നെ റയാപ്പ അങ്ങോട്ട് പോക്കി അങ്ങോട്ട് എടുത്ത് ഞാൻ അങ്ങോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാച്ചുണ്ട്, ഞങ്ങളൊക്കെ വന്ന ശേഷമാണ് വെൽക്കം ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ റാഷി കുട്ടീനെ കൊഞ്ചലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായല്ലോ, അപ്പോൾ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ തന്നു. അടിപൊളി ചിക്കൻ ഗ്രേവിയും നെയ്ച്ചോറും. റാഷിക്ക് ബിരിയാണീനേക്കാളും ഇഷ്ടമാണ് നെയ്ച്ചോറും. പിന്നെ അപ്പത്തിനൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേനും വൈകുന്നേരം ആയപ്പോൾ കടലയും ചോളാനും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നീട് എനിക്ക് പിറ്റേ ദിവസം ഉണ്ടത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യായിരുന്നു. നല്ല പനി പിടിച്ചിട്ട് ഗ്ലൂക്കോസ് കയറ്റാൻ പോയി നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലിൽ. അങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റി പെരും ക്ഷീണമായി. പകുതി വീഡിയോസൊന്നും എടുത്തിട്ടില്ല. രാത്രി ഫുഡ് പിടിക്കുന്നൊന്നും വീഡിയോസിൽ നമ്മൾ എടുത്തിട്ടില്ല. കാരണം എനിക്ക് വയ്യാതെ വൈകുന്നേരം ആ കടലിൽ ഇതൊക്കെ കഴിച്ചതോടുകൂടി എനിക്ക് വയ്യാതെ പിന്നെ ഗ്ലൂക്കോസൊക്കെ കയറ്റി ആകെ ക്ഷീണത്തിലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ ഈ ഷിഗല്ലല്ല എന്തോ ഒരു രോഗത്തിന് കുട്ടികൾക്ക് തുള്ളി മരുന്ന് കൊടുക്കണ്ടല്ലോ, അതിന് ഈ കുട്ടി പെരും കരച്ചിൽ, തുപ്പിയും കൊണ്ട് ഇരിക്കന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേനും റയാപ്പ കരയെന്ന് പറഞ്ഞു പാച്ചു കുട്ടീനെ നമ്മുടെ കയ്യിൽ തന്നു. അങ്ങനെ റാഷി കുറേ നേരം അതിനെ കൊഞ്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കടന്നത് തന്നെ ക്ഷീണിച്ചിട്ട് പിറ്റേ ദിവസം എങ്ങനെ ആയിരുന്നു എനിക്ക് അറിഞ്ഞില്ല. പിന്നെ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമായില്ല, അന്ന് വൈകുന്നേരം റാഷിനെ അങ്ങോട്ട് വരികയായിരുന്നു. പനി വെച്ചിട്ട് എന്തിനാണ് റാഷിനെ അങ്ങോട്ട് പോകണമെന്ന് എല്ലാവരും ചോദിക്കുമെങ്കിലും എനിക്ക് പോണ കുട്ടിക്ക് സ്കൂളുള്ളതല്ലേ, ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ പെയ്യാത്തവിടെ പുറപ്പെട്ട് ക്ഷീണിതയായിട്ട് അവസാനം നമ്മൾ ഫസീല കൊണ്ടാക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസീലയും പോകും, വിരുന്ന് അവളുടെയും കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മളെ കൊണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടീൻ്റെ ഡ്രസ്സ് ഇടാണ്ടൊക്കെയാണ് അവൾ കൊണ്ടുവന്നത്. അങ്ങനെ റാഷി കുട്ടീനെ അങ്ങോട്ട് പോക്കി കരയിപ്പിച്ച് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊഞ്ചിയൻ്റെ മുഖം കണ്ടില്ല, ആകെ ക്ഷീണം, എനിക്ക് പോകാനൊന്നും വയ്യ. പിന്നെ കുട്ടീൻ്റെ സ്കൂളും പിന്നെ റാഷിനെയൊക്കെ ആലോചിച്ച് പോവുകയാണ്. അങ്ങനെ പോയതും കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ കടന്നു. ജസു വണ്ടി കയറിയത് ഉറങ്ങി. പിന്നെ കുറേ പാടവും വയലും 6 മണിൻ്റെ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് ട്രെയിനിന്. കുറേ പാടവും വയലൊക്കെ കണ്ട് ആസ്വദിച്ച് ക്ഷീണിതയായി പോയി. പിന്നെ വീടെത്തിയതും ഫുഡ് കഴിച്ചതും കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഇതാണ് ഫുൾ വീഡിയോ. അങ്ങനെ പാലക്കാട് പോയതും അറിഞ്ഞില്ല, വന്നതും അറിഞ്ഞില്ല, പനിയും കൊണ്ടും വന്നു. അപ്പോൾ എന്തായാലും ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.